അതാണ് ദിംബൂച്ചെ. അവിടെ നിന്നാണ് ഈ മലയും കയറി ഇങ്ങോട്ട് വന്നത്. ഇതിനകത്ത് വഴി ഏത് കുഴി ഏത് കൊക്കെ ഏതെന്നൊന്നും ഒന്നും അറിയാൻ പറ്റില്ല. പോയാൽ ഞാൻ ഇതിനിടയ്ക്ക് ഈ ഗ്ലാസ് ഒന്ന് വെറുതെ ഉപയോഗിക്കും. കണ്ണടിച്ചു പോയി. നമ്മുടെ വിസിബിലിറ്റി കുറഞ്ഞു വരുന്നുണ്ട്. നിങ്ങളിത് കാണുന്നുണ്ടോ? ഇത് മൊത്തം വെള്ള കളർ മാത്രം. കണ്ണിന് പണിയിട്ടിട്ടുണ്ട്. സ്നോ ബ്ലൈൻഡ്നെസ്. എബിൻ ചേട്ടൻ ഇവിടെ വെച്ചിട്ട് ഈ ഒരു ട്രിപ്പ് സ്റ്റോപ്പ് ചെയ്യാണ്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഉള്ളത് ദിംബൂച്ചയിലാണ്. നമ്മൾ ഇന്നലെ ഇവിടെ റെസ്റ്റ് ചെയ്തു. നമ്മൾ ഈ റെസ്റ്റ് കട്ട് ചെയ്തിട്ട് ലിംബൂച്ച എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകാതിരുന്ന വെച്ചാണ്. പക്ഷേ ഇന്നലെ ആകെ സീനായിരുന്നു. ഇവിടെ തൊട്ടപ്പുറത്തൊരു ഹോസ്പിറ്റലൊക്കെ ഉണ്ട്. ഹോസ്പിറ്റലൊക്കെ പോയി ഭയങ്കര തലവേദനയും പിന്നെ നമ്മുടെ കൂടെയുള്ള ചേട്ടന് ചെസ്റ്റിന് ഇൻഫെക്ഷൻ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വന്നു. ഇപ്പോൾ ഒരു കാര്യം കാണിച്ചില്ല കേട്ടോ. ഇതുണ്ടാ മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുക. മഴ വീണ പോലെ പെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ നെക്സ്റ്റ് സ്ഥലത്തോട്ട് പോവാണ്. ഇപ്പോൾ വെതർ എത്രയെന്ന് അറിയാമോ? -7. കിട്ടിയ സീനാണ്. നമ്മുടെ ഡൗൺ ജാക്കറ്റ് നമ്മൾ റെൻറ്റിനെടുത്ത് എടുത്തിട്ടുണ്ട്. വാട്ടർ പ്രൂഫാണ്. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ വേറെ ജാക്കറ്റും അതിൻ്റെ ഉള്ളിൽ വേറൊരു ഫ്ലീസ് ജാക്കറ്റും പിന്നെ സാധാരണ ടീഷർട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഫുൾ സെറ്റായിട്ട് വേണം. പിന്നെ നമ്മുടെ ഷൂ വാട്ടർ പ്രൂഫാണ്. നിർബന്ധമായിട്ട് വാട്ടർ പ്രൂഫാണ്. കാരണം ഇതിൽ കൂടി നടക്കാനുള്ളതാണ്. നനഞ്ഞു കഴിഞ്ഞാൽ പണി പാളും. പിന്നെ റെയിൻ കോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ പോകാൻ പോണത്. അപ്പോൾ നമ്മളിപ്പോൾ ദിംബൂച്ചയിലാണ് ഉള്ളത്. ദിംബൂച്ചയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ നമ്മൾ ലിംബൂച്ച എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് പോകുന്നത്. അതും ഈ ഒരു കണ്ടീഷനിൽ മഞ്ഞ് പെയ്ത് നല്ല കിടിലൻ സീനായിട്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ഒരു എവറസ്റ്റ് കാണാൻ പോകുന്ന ഈ ഒരു യാത്ര സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇംഗ്ലീഷ് കഫേയാണ്. ഇംഗ്ലീഷ് കഫേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ലോകത്തെ എവിടെ ഇരുന്നും നിങ്ങൾക്ക് വാട്സാപ്പ് വഴി നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. താല്പര്യമുള്ള എല്ലാവരും അതിനകത്ത് ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ, ഇപ്പോൾ പ്രത്യേകിച്ച് ലോക്ക്ഡൗണിൻ്റെ സമയമൊക്കെയാണ്, അപ്പോൾ വീട്ടിലിരുന്ന് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം. അപ്പോൾ അവരൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മൊത്തം ഉരുളക്കിഴങ്ങാണ് കേട്ടോ. ഉരുളക്കിഴങ്ങോടെ ലാവിഷാണ്. ഇതുണ്ട ഇവിടെയൊക്കെ തന്നെ കൃഷി ചെയ്യണ. ഈ ചാക്ക് മൊത്തം ഉരുളക്കിഴങ്ങാണ്. പുറത്തെ അവസ്ഥ ഇതാണ്. മഞ്ഞ് പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. എന്താ ഇപ്പോൾ -7 ഡിഗ്രി. ഒരടി കനത്തിൽ മഞ്ഞ് കണ്ടിട്ടുണ്ട്. നമ്മുടെ മുമ്പിൽ ഇത് ഇവിടെ ഒരു വലിയൊരു മല ഉണ്ടായിരുന്നു. അതൊന്നും കാണുന്നില്ലല്ലോ. ഇവിടെയാണ് പിന്നെ അമാഡബിളോ എന്ന് പറഞ്ഞിട്ടൊരു മല. അതേ ഇവിടെ ഉണ്ട്. പക്ഷെ അതൊന്നും കാണില്ല. അമാഡബിളോ എന്ന് പറയുന്നത് ഏറ്റവും ടഫസ്റ്റായിട്ട് കയറാൻ പാടുള്ളൊരു മലയാണ്. അത് കയറൊക്കെ ഇട്ട് വലിഞ്ഞ് വേണം കയറാൻ. എവറസ്റ്റ് പിന്നെ സുഖം. അപ്പോൾ ഇതാണ് അവസ്ഥ ഇപ്പോഴത്തെ. മഞ്ഞിങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. 2 ദിവസം സ്റ്റക്കാണ് ഇവിടെ. ഈ ഒരു മഞ്ഞ് വീഴ്ച ഇതിനകത്ത് നടന്ന് നമുക്ക് ട്രക്ക് ചെയ്ത് പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നൈസായിട്ട് സ്റ്റക്കായിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാൻ പറഞ്ഞേക്കുന്നത് ചപ്പാത്തിയാണ്. ഈ ഒരു ചപ്പാത്തിക്ക് 500 രൂപ. പിന്നെ 2 കോഴിമുട്ടയുണ്ട്. ഇത് ചോക്ലേറ്റ്, ഹോട്ട് ചോക്ലേറ്റ് എന്ന് പറയും. ചോക്ലേറ്റ് ചൂടാക്കി തന്നൊരു സംഭവം. പക്ഷേ എനിക്കിപ്പോൾ അത് കഴിക്കാൻ പറ്റില്ല. കാരണം ഇന്നലെ നൈസായിട്ട് വയറിളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മുട്ട ഒഴിവാക്കണം. ചോക്ലേറ്റിൻ്റെ സംഭവം കഴിച്ചു കഴിഞ്ഞാൽ പണിയാവും. അപ്പോൾ ഇതിൻ്റെ ഒപ്പം ചപ്പാത്തിയുടെ ഒപ്പം ജാമും വരും. അപ്പോൾ ജാമും ചപ്പാത്തിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഈ ഹോട്ട് ചോക്ലേറ്റ് എന്ന് പറഞ്ഞ സാധനത്തിന് 250 രൂപ ഉണ്ട് ഒരു ഗ്ലാസ്സിന്. പിന്നെ നമ്മൾ 2 മുട്ട പറഞ്ഞില്ലേ, അത് ഞാൻ ചേച്ചി ഇതിന് കൊടുത്തു. അപ്പോൾ എനിക്കിപ്പോൾ കഴിക്കാൻ പറ്റില്ല, വയറിന് വേണ്ടിയിട്ടിരിക്കും. ഈ 2 മുട്ടക്ക് 450 രൂപയാണ്. അടിപൊളിയല്ലേ? 450 രൂപയാണ് 2 മുട്ടക്ക്. വീട്ടിൽ ചാറുകറി ഇല്ലാത്തതുകൊണ്ട് അമ്മയായിട്ട് വഴക്കുണ്ടാക്കുന്നല്ലേ ഞാൻ. ഇവിടെ ഉടക്ക ചപ്പാത്തി കുറച്ച് ജാമും കൂട്ടി തിന്നും. ഇപ്പോഴത്തെ വെതർ കണ്ടീഷൻ ഉണ്ടോ? -7 ഉണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. പക്ഷേ അതേ നാളത്തെ -13 -12 കാണിക്കുന്നുണ്ട്. തകർക്കുമെന്ന്. അപ്പോൾ ഞങ്ങൾ മഞ്ഞത്ത് നൈസായിട്ട് ലിംബൂച്ച എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോവാണ്. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഈ വഴിയാണ് പോകേണ്ടത്. ഈ കാണുന്നത് ഹോസ്പിറ്റലാണ് കേട്ടോ, മൗണ്ടൻ ക്ലിനിക്ക്. അപ്പോൾ ഇന്നലെ ഞങ്ങളിവിടെ
എബിൻ ചേട്ടനൊക്കെ കാണിച്ചായിരുന്നു. അപ്പോൾ എബിൻ ചേട്ടൻ്റെ ചെസ്റ്റിന് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മരുന്നൊക്കെ ഇവിടെ മേടിച്ച് അതിൻ്റെ റേറ്റ് വന്നത് 8500 രൂപയാണ്. അതായത് $70. അത് 2 രീതിയിൽ എടുക്കാം. ഒന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻഷുറൻസ് ആയിട്ട് എടുക്കാം, എന്നാലും $70. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചികിത്സ മരുന്ന് ഇതിന് $70 സെയിം ആയി, അധികം ഒന്നും എടുക്കാം. അപ്പോൾ അത്രയും റേറ്റ് വന്നിട്ടാ. അപ്പോൾ എന്തെങ്കിലും ഇതുപോലെ അസുഖങ്ങളൊക്കെ വന്നാൽ അത്യാവശ്യം റേറ്റ് കൂടുതലാണ്. 8500 രൂപയോളം ചിലവ് വന്നു. അതുകൊണ്ട് ഞാൻ മരുന്ന് മേടിച്ചില്ല. എനിക്ക് ഇന്നലെ കുറച്ച് തലവേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പാരസെറ്റമോൾ കഴിച്ചു. പിന്നെ ഇന്ന് രാവിലെ വയറിളക്കം ഉണ്ടായിരുന്നു. അപ്പോൾ വയറിളക്കത്തിന് ഗുളിക കഴിച്ചു. പിന്നെ ഇന്നലെ രാത്രി മറ്റേ AMSൻ്റെ ഡൈമോക്സ് കഴിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. കുഴപ്പമില്ലാന്ന് തോന്നുന്നു. മഞ്ഞ് വീഴ്ച. ഇത് കണ്ടോ, കിടില സീനാണ് മോനെ. അയ്യോ, ഇതിൽ കുഴി ഏതാ പാറ ഏതാണെന്ന് അറിഞ്ഞൂടാ. നമുക്കിന്ന് 8 കിലോമീറ്റർ പോകാനുണ്ട് ഇതേ അവസ്ഥയിൽ. നമ്മളിപ്പോൾ ഈ ഇട്ടിരിക്കുന്ന ജാക്കറ്റ് കാഠ്മണ്ഡുവിന് റെൻറ്റിനെടുത്താണ്. ഇത് -20 വരെ തണുപ്പ് അതിന് പറ്റുന്ന ജാക്കറ്റാണ് കേട്ടോ. കതച്ച് പറയാട്ടുള്ള. അപ്പോൾ ഇനി കാഴ്ചകൾ കണ്ടെങ്കിൽ പോകാം. ഞാൻ ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സ്നോ ബ്ലൈൻഡ് വരും. പറയാൻ പറ്റുള്ള, നാക്കൊക്കെ കുഴഞ്ഞു പോണ്. അതായത് സൂര്യപ്രകാശം മഞ്ഞിൽ തട്ടിയിട്ട് നമ്മൾ കണ്ണിലോട്ട് അടിക്കുമ്പോൾ നമുക്ക് കാഴ്ചശക്തി കുറവ് വരും. അങ്ങനത്തെ ഇഷ്യൂസ് വരാണ്ടിരിക്കാൻ ഗ്ലാസ് നിർബന്ധമായിട്ട് ഉപയോഗിക്കണം. പക്ഷെ ഇപ്പോൾ സൂര്യപ്രകാശമില്ല, പക്ഷെ ഭയങ്കരമായിട്ട് ഓവറായിട്ട് ബ്രൈറ്റ് കണ്ണിലോട്ട് അടിക്കുന്നുണ്ട്. ഞാൻ ഈ മാസ്ക് വെച്ചേക്കണത് മൂക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ മൂക്ക് എപ്പോഴും ഭയങ്കര സെൻസിറ്റീവ് ആണല്ലോ, പെട്ടെന്ന് തണുപ്പിടിക്കും. പക്ഷേ മാസ്ക് വെക്കുമ്പോൾ ശ്വാസം എടുക്കുമ്പോൾ ഈ ഗ്ലാസ് മൊത്തം മൂടിപ്പോണു. മൊത്തത്തിൽ ഒരു പ്രത്യേക അവസ്ഥ. എന്തായാലും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മഞ്ഞ് വീഴ്ച ഉള്ളപ്പോൾ ഇങ്ങനെ ട്രക്ക് ചെയ്യേണ്ടി വരുന്നത്. അതാണ് വഴി. ഇതിനകത്ത് വഴി ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. മിക്മ ഉള്ളതുകൊണ്ട്, നമ്മുടെ ഗൈഡ് ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ട്. ഇതാണ് വഴി. പുള്ളിയുടെ പുറകെ പോകാം, അല്ലെങ്കിൽ വഴി അറിയില്ല. നമ്മൾ താമസിച്ച സ്ഥലമുണ്ടാ ദിംബൂച്ചെ. അവിടെ നമ്മൾ ഈ മല കയറി ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഉറപ്പായിട്ടും വാട്ടർ പ്രൂഫ് ഷൂ ഇടാൻ മറക്കരുത് കേട്ടോ, അല്ലെങ്കിൽ പണി പാളും. അതുപോലെ തന്നെ റെയിൻകോട്ട്, വാട്ടർ പ്രൂഫായിട്ടുള്ള ജാക്കറ്റ്. നമുക്കൊരു മണ്ടത്തരം വേറെ പറ്റി. നമ്മുടെ ഗ്ലൗസ് വാട്ടർ പ്രൂഫ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു, പക്ഷേ അത് മറ്റേ ബാഗിലായിപ്പോയി. അത് പോട്ടുണ്ടായില്ല. അപ്പോൾ കൈ നനയുന്നുണ്ട്, അത് കുറച്ച് ഡേഞ്ചറാണ്. അയ്യോ, ഇത് കണ്ട, ഇതിനകത്ത് വഴി ഏത് കുഴി ഏത് കൊക്ക ഏതെന്നൊന്നും ഒന്നും അറിയാൻ പറ്റില്ല. നമ്മുടെ മിഗ്മ ഗൈഡ് മുമ്പേ പോകുന്നുണ്ട്. അപ്പോൾ ആ കാൽപ്പാട് നമ്മൾ പിന്തുടർന്ന് പോവാണ്. അതേ വഴിയുള്ളു. ഇത് കണ്ട, എല്ലായിടത്തും വെള്ള കളർ. അതാ സീൻ കേട്ടോ. നമ്മൾ ഒറ്റക്കൊക്കെ വന്നാൽ ശരിക്കും പെടും, കാരണം നമുക്ക് വഴിയൊന്നും അറിയാൻ പറ്റില്ല. അത് ഹെവി സീനാണ്. നമുക്കിന്ന് ടോട്ടൽ ഇതൊരു 8 കിലോമീറ്ററോളം നടക്കാണ്ടേ. ലിംബൂച്ചയാണ് സ്ഥലം, ലിംബൂച്ചോ. അയ്യോ, ഞാൻ ഇവർ വെച്ച സെയിം കാൽപ്പാട് അതേപോലെ വെച്ചിട്ടാണ് പോണ. എൻ്റെ ഈ മഞ്ഞില്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് നടക്കായിരുന്നു. മഞ്ഞത്ത് നടക്കുമ്പോൾ നല്ല പണിയാണ്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഗ്ലാസ് ഒന്ന് വെറുതെ ഒരു വയ്ക്കും. കണ്ണടിച്ചു പോയി. ഗ്ലാസ് നിർബന്ധമായിട്ട് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഹെവി സീനാണ്. പിന്നെ അതുപോലെ ഞാൻ എൻ്റെ വെള്ളം ബാഗിൽ നിന്ന് മറ്റേ വാട്ടർ ബാഗ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോ 10 മിനിറ്റ് കൂടുമ്പോൾ സിപ്പടിച്ച് പോകണം, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ പോലെ രക്തത്തിൽ ഓക്സിജൻ്റെ അളവ് കുറയും. നല്ല കട്ടക്ക് പണി കിട്ടും. ഇന്നലെ എന്തായാലും ഡൈമോക്സി AMSന് ഗുളിക കഴിച്ചിട്ടുണ്ട്, പക്ഷെ അതൊക്കെ എത്രത്തോളം എഫക്റ്റീവാണെന്ന് അറിയില്ല. പക്ഷെ വെള്ളം കുടിക്കാൻ മറക്കരുത്, പണി വാളും. ശരിക്കും ആ ഉത്തരാഖണ്ഡ് പോയപ്പോൾ ആദ്യമായിട്ട് മഞ്ഞ് കണ്ടപ്പോൾ ഭ്രാന്തായതാണ്. അതോടെ തീർന്നു. ഇത് കാണാൻ മാത്രം രസമുള്ളൂ, അനുഭവിക്കാൻ അത്ര രസമില്ല. പിന്നെ ഈ ഗ്ലാസിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറയില്ല, അത് നിങ്ങൾ ഇവിടെ മാത്രമല്ല കേട്ടോ, മഞ്ഞുള്ള എവിടെ പോയാലും ഈ ഗ്ലാസ് ഉപയോഗിക്കണം, അല്ലെങ്കിൽ നമ്മുടെ കണ്ണിന് പണി കിട്ടും. ചെറിയൊരു താഴ്ചയിലോട്ട് ഇറങ്ങണേണ്. അയ്യോ, ഇറക്കണ സീൻ തീട്ടി വീഴും. ഇപ്പോൾ പോയാൽ സീൻ എന്തായി, നടക്ക്, ലെറ്റ്സ് ഗോ. പോട്ടെ, അങ്ങോട്ട് പോണില്ല. പോട്ടെ പോണില്ല. മാറ വഴിന്ന് പറയുള്ളല്ലോ. ഇത് വഴി ഏതാന്ന് അറിയാനും പാടില്ല. എടാ പട്ടി, പോടാ പട്ടി. എടി വരാനില്ല. അടിപൊളി നൈസായിട്ട് പോവാം.
അതാണ് വഴി മുടക്കിക്കണം. മഞ്ഞില്ലേ? മഞ്ഞ ഇവിടെയൊക്കെ നല്ല കട്ടിക്ക് വീണേക്കണം. ഒയ്യോ എന്താ ഓ ഇവിടെ എവിടെ പോകും. പൊളിയല്ലേ? ഇതുണ്ടോ നമ്മുടെ പോട്ടറാണ് കേട്ടോ, നമ്മുടെ ബാഗാണ് ആ പുള്ളി ചുവന്നിട്ടോണം. പുള്ളിനെയൊക്കെയാണ് സമ്മതിക്കേണ്ടത്. പക്ഷെ എൻ്റെ അമ്മ ഇത് തലവിട്ട് കൊടുക്കണം. ശരിക്കും ഇവിടെ വരാൻ നേരത്തെ അത്യാവശ്യം ഫിറ്റ്നസ് ഉള്ളവരാണെങ്കിലും ഒരു ട്രാവൽ ഇൻഷുറൻസ് എടുത്ത് വെക്കുക. അത് നാട്ടിൽ നിന്ന് എടുത്താലും മതി. അത് ഇൻ്റർനാഷണൽ അത് വാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. പ്രത്യേകിച്ച് ഈ ഒരു ട്രിപ്പ് വേണമെന്നുണ്ടെങ്കിൽ നേപ്പാളിലത് വാലിഡാണെന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ നിന്ന് പൈസ വലിയ എമൗണ്ട് ആണല്ലോ ഇവിടെ കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഹെലികോപ്റ്റർ ഇവാക്വേഷൻ നടത്തിയാലും നമുക്ക് ആ പൈസ അവിടെ ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ ട്രാവൽ ഇൻഷുറൻസ് അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് നിർബന്ധമായിട്ട് എടുത്തു വെക്കോട്ടെ എല്ലാവരും. നമ്മുടെ വിസിബിലിറ്റി കുറഞ്ഞു വരുന്നുണ്ട്. കുറച്ച് മുമ്പ് വരെ ഒരു 200 മീറ്റർ വിസിബിലിറ്റി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 150 മീറ്ററായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. മിക്മേനെ കാണാനില്ല. മിക്മ അവിടെ പോയി. നിങ്ങളിത് കാണുന്നുണ്ടോ? ഇത് മൊത്തം വെള്ള കളർ മാത്രം. എൻ്റെ പൊന്നോ, അതിനിടക്ക് നമ്മുടെ ഗൈഡ് മിക്മ കുറേ ദൂരം മുമ്പേ നടന്നുപോയി. ഞാനിപ്പോൾ തൽക്കാലം കാൽപ്പാട് നോക്കിയാണ് മുന്നോട്ട് പോകണം. ദൈവത്തിനറിയാം വഴി തെറ്റിയാന്ന്. ഇവിടെയൊക്കെ തെറ്റിക്കഴിഞ്ഞാൽ വഴിയൊക്കെ തെറ്റിയല്ലേ നല്ല കിടിലം പണിയായിരിക്കും. വേറൊന്നുമില്ല, തട്ടിപ്പോവും, അത്രേ ഉള്ളൂ. കിടിലം പണി അതാണ്. നിങ്ങൾക്ക് ദൂരെ ഒരു ഇത് കണ്ടോ? അതാണ് ദിംബോച്ചെ. അവിടെയാണ് നമ്മൾ ഇന്നലെ 2 ദിവസം താമസിച്ചത്. അവിടെയാണ്. അവിടെ നിന്നാണ് ഈ മലയും കയറി ഇങ്ങോട്ട് വന്നത്. അമ്പോ ഞാൻ ശരിക്കും ടയർഡായിട്ടാ. വിൻഡ് അടിക്കാൻ തുടങ്ങി. വിൻഡ് അടിക്കണതാണ് ഏറ്റവും സീൻ. അപ്പോൾ ഇത് ലഞ്ച് കഴിക്കണ ആ സ്ഥലം എത്തുന്നേ ഉള്ളൂ. വേറെ അവിടെ സ്റ്റേ ഉണ്ടെങ്കിൽ നൈസായിട്ട് അവിടെ തന്നെ സ്റ്റേ അടിക്കാനാണ് പ്ലാൻ. നോക്കട്ടെ. അപ്പോൾ നടന്നത് ഇനിയും പോകാണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ ലഞ്ച് കഴിക്കാനുള്ള സ്ഥലത്തോട്ട് ഇനി ഒരു 25 മിനിറ്റ് കൂടെ ഉണ്ട്. അപ്പോഴേക്കും നമ്മുടെ മിക്മ പോയിട്ട് കുറച്ച് ഹോട്ട് ചോക്ലേറ്റ് കൊണ്ടുവന്നു. അവിടെ പോയി മേടിച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ച് നടന്നു. നമുക്ക് വയ്യാണ്ടായിട്ടോ, ഇന്ന് ഹെവി ആയിട്ട് ടയർഡായിട്ടുണ്ടോ? ബസ് ഓ നല്ല വെയിലാണ് കേട്ടോ. ചൂട് മുഖത്തേക്ക് അടിക്കണം. മഞ്ഞി തട്ടിയിട്ട് ചൂട് മുഖത്തേക്ക് അടിക്കണം. ഇപ്പോഴാണ് ശരിക്കും ഈ സ്നോ ബ്ലൈൻഡ്നെസ് ഒക്കെ വരുന്ന സംഭവം. അതായത് നമ്മൾ ഗ്ലാസ് ഉപയോഗിച്ചില്ലെങ്കിൽ സൂര്യപ്രകാശം അവിടെ തട്ടിയിട്ട് നമ്മളെ കണ്ണിലോട്ടടിക്കുമ്പോൾ കണ്ണിൻ്റെ കാഴ്ച പോകും. അപ്പോൾ അങ്ങനത്തെ കുറേ ഇഷ്യൂ ഉള്ള സമയമാണ് ഇങ്ങനെ മഞ്ഞിനകത്ത് സൂര്യപ്രകാശം അടിക്കുമ്പോൾ. എൻ്റെ ഈ വെള്ളത്തിലെങ്ങനെ വീണ് ചത്തു. അതേപോലത്തെ തണുപ്പാണ്. അപ്പോഴാണ് ഇതേ കുറേ ആക്കുകൾ വെള്ളത്തിൽ കൂടി പോകുന്നത്. എന്തായിരുന്നു ഇനിയിപ്പം തണുപ്പില്ല. നമുക്ക് സ്റ്റേ ചെയ്യണ സ്ഥലമെത്തി. ഇപ്പോൾ ഞാനെടുക്കുന്ന ഈ വീഡിയോ ഒരു ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഉണ്ട്. അതായത് നമ്മൾ ഇന്നലെയാണ് തിമ്പൂച്ചെന്ന് പുറപ്പെട്ടത്. എന്നിട്ട് തിമ്പൂച്ചെന്ന് നമ്മൾ ലോബൂച്ചെ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് പോകാൻ പ്ലാൻ ചെയ്തത്. ഏകദേശം 8 കിലോമീറ്റർ ഉണ്ട്. പക്ഷേ നമ്മൾ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് തുക്ല എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് പ്ലാൻ ചെയ്തത്. അതായത് ഈ ഒരു സ്ഥലം. പക്ഷേ തുക്ല എത്തിയപ്പോഴേക്കും വൈകുന്നേരം 5 മണി കഴിഞ്ഞു. 5 അല്ല 5:30 6 മണിയോടെയായി. പിന്നെ അങ്ങ് ട്രക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അത് അത്ര നല്ല കാര്യമായിരിക്കില്ല. കാരണം കാലാവസ്ഥ കാരണം തണുപ്പ് ഭയങ്കര ഇഷ്യൂ. അതിനിടക്ക് ഇന്നലെ തലവേദന എടുത്ത് ആകെ സീനായിരുന്നു. കാരണം നമുക്ക് മെയിനായിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് ഈ ഓക്സിജൻ്റെ അളവ് കുറയുമ്പോൾ
നമുക്ക് ഭയങ്കര അസ്വസ്ഥത, രക്തത്തിൽ ഓക്സിജൻ അളവ് കുറയും. ഇവിടെ ഓക്സിജൻ ലെവൽ കുറവാണല്ലോ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ തുക്ല എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സ്ഥലത്താണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തത്. ഇത് എന്ന് പറയുന്നത് 4600 മീറ്റർ ഹൈറ്റിലാണ്, സീ ലെവലിൽ പൊക്കത്തിലാണ്. അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ശാരീരിക പ്രശ്നങ്ങളുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതായത് നമുക്ക് നടക്കണേന്നും പ്രശ്നമില്ല, എത്ര ദൂരം വേണമെങ്കിൽ നടക്കാം, അതൊന്നും പ്രശ്നമില്ല. പക്ഷേ ഓക്സിജൻ്റെ അളവ് കുറയുമ്പോൾ നമുക്ക് ഭയങ്കര ടയർഡായി പോകും, തലവേദന, ഭയങ്കര അസ്വസ്ഥത, അങ്ങനത്തെ പ്രശ്നങ്ങളാണ്. അങ്ങനെ നമ്മൾ എന്തായാലും ലഞ്ച് കഴിക്കാൻ പ്ലാൻ ചെയ്ത തുക്ല എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഏരിയയിൽ വന്നിട്ട് നമ്മൾ സ്റ്റേ എടുത്തിട്ട് ഇന്നും ഒരു ദിവസം കൂടി റെസ്റ്റ് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തു. പക്ഷേ നമ്മുടെ മെയിൻ ചെയ്തതിനും കൂടി നെക്സ്റ്റ് സ്ഥലത്തോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാനും എബിൻ ചേട്ടൻ പിന്നെ ബാബുക്കെ ഉണ്ട് ഇവിടെ സ്റ്റേ അടിച്ചു, ഒരു ദിവസം കൂടി എക്സ്ട്രാ റെസ്റ്റ് എടുത്തു. ഇതിനകത്ത് എബിൻ ചേട്ടൻ ഇവിടെ വെച്ചിട്ട് ഈ ഒരു ട്രിപ്പ് സ്റ്റോപ്പ് ചെയ്യുകയാണ്. കാരണം പുള്ളിക്ക് പറ്റുള്ള ക്ലൈമറ്റ് പ്രശ്നങ്ങൾ, ശാരീരിക പ്രശ്നങ്ങൾ. അപ്പോൾ അതുകൊണ്ട് എബിൻ ചേട്ടൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ്. നാളെ ഞാനും ബാബുക്കയും ഇവിടെ നിന്ന് അടുത്ത സ്ഥലത്തോട്ട് പോകും. അതാണ് അടുത്ത പ്ലാൻ ചെയ്തേക്കുന്നത്. അതായത് ലിബൂച്ച ഇവിടെ നിന്നൊരു 3 കിലോമീറ്റർ ഉണ്ട്. പക്ഷെ നല്ല സ്റ്റീപ്പാണ്, ഹെവി സീനാണ്. അപ്പോൾ എന്തായാലും അങ്ങനെ പയ്യെ പോകാനാണ് പ്ലാൻ ചെയ്തേക്കണം. വേറെ സീനുണ്ട്, ബാബുക്കൊക്കെ ഇതടിച്ചിരിക്കുകയാണ്, കണ്ണിന് പണിയിട്ടിട്ടുണ്ട്, സ്നോ ബ്ലൈൻഡ്നെസ്. ഞാൻ പറഞ്ഞില്ലേ, ഈ ഗ്ലാസ് നിർബന്ധമായിട്ടും വെക്കണം, ഇല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണടിച്ച് പോവും. അപ്പോൾ ബാബുക്ക കണ്ണിനാകെ പ്രശ്നമായിട്ട് ഇപ്പോൾ ദിമ്പൂച്ചിലൊരു ഹോസ്പിറ്റലുണ്ടല്ലോ, അവിടെ നിന്ന് മരുന്നൊക്കെ വരുത്തിച്ചു, കണ്ണിലിടുന്നുണ്ട്. ഭയങ്കര പെയിനായിരിക്കും, നമുക്ക് കണ്ണടച്ചാലും തുറന്നാലും പെയിനായിരിക്കും, കണ്ണൊക്കെ ചുവന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കും, ഭയങ്കര സീനാകും, ഭയങ്കര അസ്വസ്ഥതയുള്ള സാധനമാണ്. അപ്പോൾ ഗ്ലാസ് നിർബന്ധമായിട്ടും UV പ്രൊട്ടക്ഷൻ ഉള്ളത് തന്നെ നിങ്ങൾ മേടിക്കണം, അത് വെക്കുകയും വേണം. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇന്നും കൂടി ഒരു ദിവസം കൂടി എക്സ്ട്രാ റെസ്റ്റ് ചെയ്തു. ഈ റെസ്റ്റ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറയുമ്പോൾ ഓരോ ദിവസം കൂടുന്തോറും എക്സ്പെൻസ് കൂടും. ഇപ്പോൾ റൂം റെൻറ്റ് ഞാൻ പറഞ്ഞാൽ 250-500 അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഫുഡിൻ്റെ എക്സ്പെൻസ് ഹെവിയാണ്, 500 അല്ലെങ്കിൽ 700 അത്രയും രൂപയ്ക്ക് വരും. നേരത്തെ ഞങ്ങൾ കണ്ടില്ലേ, 2 മുട്ടക്ക് 95 രൂപ അങ്ങനെയൊക്കെ. അപ്പോൾ ആ മുട്ട മര്യാദയ്ക്ക് കഴിക്കാനും പറ്റില്ല, എനിക്ക് വയറിളക്കം പിടിച്ചാൽ എടുക്കും. എനിക്ക് ചെറുതായിട്ട് വയറിളക്കണമെന്നുണ്ട്. പിന്നെ വയറിളക്കം പിന്നെ ഇപ്പോൾ നോർമലാണ്, വലിയ പ്രശ്നമില്ല. അത് എനിക്കിവിടെ തണുപ്പ് കൂടുമ്പോൾ വരാറുണ്ട്, പക്ഷേ അതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാമെന്നുള്ളൂ. ഈ സ്നോ ബ്ലൈൻഡ്നെസ്സും ഹെഡ് ഏക്ക്, അതായത് ഈ ഓക്സിജൻ്റെ അളവ് കുറയുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ, അത് ഇത്തിരി പണി തന്നെയാണ്, സീനാണ്. അപ്പോൾ അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. മാക്സിമം നിങ്ങൾ വെള്ളം കുടിക്കണം. ഈ നിങ്ങളെന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം, നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ ആണല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ വെള്ളം മാക്സിമം കുടിക്കുക, അതേ വഴിയുള്ളൂ, വേറെ എന്താണ് പരിഹാരമൊന്നുമില്ല. പിന്നെ നമ്മൾ ഓൾറെഡി ഡൈമോക്സിൻ്റെ ഗുളിക കഴിക്കുന്നുണ്ട്, ഇത്രയൊക്കെ ചെയ്യുന്നുള്ളൂ. വേറൊരു കാര്യം ഞാൻ പറയാനായിട്ട് വിട്ടുപോയിട്ടാ, എന്താണെന്ന് വെച്ചാൽ നമ്മൾ ദിമ്പൂച്ചിൽ താമസിച്ചില്ലേ, അവിടുത്തെ ആ താമസിച്ച റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ആ ഹോട്ടലിൻ്റെ മുതലാളി പുള്ളി 2 തവണ എവറസ്റ്റ് കയറിയ ആളാണ്. 2 തവണ എവറസ്റ്റ് കയറിയിട്ടുണ്ട്. പിന്നെ അതുപോലെ അമാഡബിളില്ലേ, അമാഡബിളം എന്ന് പറഞ്ഞാൽ ആ ഒരു മലയും കയറിയിട്ടുണ്ട്. അമാഡബിളം എന്ന് പറഞ്ഞാൽ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള, കയറാൻ ബുദ്ധിമുട്ടുള്ള, അത് കയറൊക്കെ ഇട്ട് കയറണം, അതൊക്കെ കയറിയ ആളാണ്. പക്ഷേ ഈ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഞാൻ പറയില്ല, നമ്മൾ ഈ ഹെഡ് ഏക്ക് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ AMS അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് റിൽ ഔട്ട് കംപ്ലീറ്റ്ലി ആണ്. എന്താ ചെയ്യേണ്ട ഒരു പിടുത്തമുണ്ടാവില്ല, ആകെ ഒരു അസ്വസ്ഥത, എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങിയാൽ മതി, അങ്ങനത്തെ ചിന്തകളൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ കാര്യമൊക്കെ വിട്ടുപോയി. അപ്പോൾ ഇന്നലെ വരുന്ന വഴിക്കൊന്നും കുറേ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഭയങ്കര അസ്വസ്ഥതയുള്ള ഒരു പരിപാടിയാണ്. വേറൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഈ ഹെഡ് ഏക്ക് വരാൻ സാധ്യത കൂടുതലാണ്. കാരണം നമുക്കിതൊന്നും ശീലമില്ലാത്ത സംഭവമാണല്ലോ. ഇപ്പോൾ എത്ര ഫിറ്റ്നസ് ഉള്ള ഒരാളാണെന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ എത്ര ഓട്ടവും ചാട്ടവും ഉണ്ടെന്ന് പറഞ്ഞാലും, നിങ്ങൾക്ക് ഈ ഓക്സിജൻ്റെ അളവ് എല്ലാവർക്കും ഒരേപോലെ തന്നെയല്ലേ. ഓക്സിജൻ്റെ അളവ് കുറയുമ്പോൾ നിങ്ങൾക്ക് ശാരീരികമായിട്ട് ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്. ഓക്സിജൻ്റെ അളവ് കുറയുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ് നമുക്കുള്ളത്, അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളിപ്പോൾ എനിക്കില്ല. വേറെ ഇൻഫെക്ഷനോ സംഭവമൊന്നും കാര്യമായിട്ട് വലിയ ഇഷ്യൂസും വന്നിട്ടില്ല. ഓക്സിജൻ്റെ അളവ് കുറയുമ്പോൾ നമുക്ക് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതെ, ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന റൂം. കണ്ടോ, എല്ലാ റൂമും സെയിമാണ്. നമ്മൾ ഇതുവരെ വന്നത് എല്ലാം ഒരേപോലെ തന്നെയാണ്. ഒരു റൂമിൽ, ഒരു പെട്ടിക്കഷ്ണ റൂമിൽ 2 ബെഡ്, ടോയ്ലറ്റ് കോമൺ ആയിരിക്കും. ഇവിടെ ഇന്ത്യനാണ്. ഇവിടെ ഇന്ന് രാത്രി കതച്ചി, ഇവിടെ വെറുതെ ഇരിക്കുമ്പോൾ കതക്കും, കാരണം ഓക്സിജൻ്റെ ഉള്ള കുറവല്ലേ, അതാ. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, ടോയ്ലറ്റിൽ വലിയൊരു ഇതിനകത്ത് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം ഉപയോഗിക്കാറില്ല, നമ്മളിത് ടിഷ്യൂ ഉണ്ട്, വെറ്റ് ടിഷ്യൂ ഉണ്ട്, അതാണ് ഉപയോഗിക്കാറ്. അപ്പോൾ പക്ഷേ വെള്ളം ഒഴിക്കണമല്ലോ എന്തായാലും. വെള്ളം നോക്കിയപ്പോൾ ഐസായിട്ടിരിക്കണം, വെള്ളം എടുക്കാനുള്ള അങ്ങനത്തെ അവസ്ഥയാണ്. അത്രയും തണുപ്പായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ഇത്തിരി ചൂട് ഉള്ള കാരണം, വെയിലുള്ള കാരണം തണുപ്പ് ഇത്തിരി കുറഞ്ഞു. ഞാൻ ആ സമയത്താണ് ഡ്രസ്സൊക്കെ ഊരി, അത് അല്ലെങ്കിൽ ഇന്നലെ ഇട്ട ഡ്രസ്സാണ്, ഇന്നലെ ഇട്ടിട്ട് ഊരാൻ കൂടി പറ്റുന്നുണ്ടായില്ല.
അപ്പോൾ ഇന്ന് ഉച്ചക്കാണ് ഡ്രസ്സൊക്കെ ഊരിയിട്ട് മറ്റേ വെറ്റ് വൈപ്പ് നമ്മുടെ ടിഷ്യൂ പേപ്പറില്ലേ അതിട്ടിട്ട് ഇന്ന് തുടച്ച് കുളിച്ച്. അപ്പോൾ എന്താ ചുണ്ടൊക്കെ പൊട്ടി കണ്ടത്, ചുണ്ടൊക്കെ പൊട്ടിയാകെ സീനായി ഡ്രൈ ആയി, കാലും ഫേസുമാണ് ഡ്രൈ ആയിക്കണം ഭയങ്കരമായിട്ട്. പിന്നെ മൂക്കൊക്കെ ചുവന്ന്, മൂക്കൊക്കെ ഞാൻ വിട്ടുപോരും എന്ന് വിചാരിച്ചു, അതേപോലത്തെ അവസ്ഥ നിൽക്കുകയാണ്. ക്ലൈമറ്റിൻ്റെയാണ്, വേറെ സീനൊന്നുമില്ല. വേറെ എന്തോ മറന്നുമല്ലോ, എന്തോ പറയാൻ വന്ന. പിന്നെ അതെ ഇതേപോലത്തെ പോട്ട് കിട്ടും കേട്ടോ. ഇതിന് ചൂടുള്ളതാണ്. അപ്പോൾ ഇത് 700 രൂപയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഷെയർ ചെയ്ത് മേടിക്കും. ഇതിന് 700 രൂപ. ഇതിൻ്റെ ചെറുതുണ്ട്, ഇത് 350 രൂപ. അപ്പോൾ ഞങ്ങൾ ഇത് മേടിച്ചിട്ടാണ് ചൂടുള്ളപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത്, ഷെയർ ചെയ്ത് മേടിച്ചിട്ട്. അല്ലെങ്കിൽ ഒരെണ്ണത്തിന് മേടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ 50 രൂപ 100 രൂപ കൊടുക്കേണ്ടി വരും ചെറിയ ഗ്ലാസ്സിന്. ഇതാകുമ്പോൾ ലാഭമല്ലേ, അപ്പോൾ ചൂടെല്ലാം കുടിക്കാം. അപ്പോൾ ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്ന് മൊത്തം കഥ പറച്ചിലാണ്, ഇത്രയും നീട്ടം കൂടുതലാണ്. അപ്പോൾ എന്തായാലും ബാക്കി കാഴ്ചകളൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണാം. നാളെ പോണത് ലിബൂച്ച എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ്. നമ്മൾ ഇന്നലെ പോയിരുന്ന വെച്ചാണ്. ഇവിടെ നിന്നൊരു 3 കിലോമീറ്റർ ഉള്ളൂ, പക്ഷേ നല്ല സ്റ്റീപ്പാണ്. അപ്പോൾ എന്തായാലും നാളെ പോകണം. എനിക്കിപ്പോഴും ചെറുതായിട്ട് തലവേദനക്കുണ്ടല്ലോ. മാക്സിമം വെള്ളം കുടിക്കട്ടെ, അതേ വഴിയുള്ളൂ, വേറെ ഓപ്ഷനൊന്നുമില്ല. ഇവിടെ നിന്ന് പുറത്തോട്ട് എനിക്ക് കണ്ണുകൊണ്ട് നോക്കാൻ പറ്റുള്ള, എൻ്റെ ഇതാണ് വ്യൂ. അങ്ങോട്ട് നോക്കാൻ പറ്റുള്ള, ഗ്ലാസ് വെച്ചിട്ട് അങ്ങോട്ട് നോക്കാൻ പറ്റുള്ളൂ, അതാ സീൻ. അല്ലെങ്കിൽ കണ്ണിൽ നിന്ന് വെള്ളം വരും. അപ്പോൾ എന്തായാലും അടുത്ത കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.